എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി കണ്ടിട്ട് കുറേ നാളായി ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ നല്ലപോലെ ബിസി ആയിരുന്നു. കാരണം ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒരിത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാതെ കേട്ടോ. അപ്പോൾ നമ്മുടെ അംഗനവാടിയിൽ നിന്ന് കുറേ പേര് ചേർന്നിട്ട് വീടിൻ്റെ അടുത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു. വിസ്മയ പാർക്ക്, ചൂട്ടാട് ബീച്ച്, അതുപോലെ തന്നെ പറശ്ശിനിക്കടവ്, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പേര് ആണ് പോയിട്ടുണ്ടായിരുന്നത് ടൂറിന്. അപ്പോൾ ടൂർ പോയപ്പോൾ ജസ്റ്റ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം ടൂർ പോകുന്ന കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അവസാനം പോയിട്ടുള്ള ചൂട്ടാട് ബീച്ചാണ് കേട്ടോ. അപ്പോൾ ചൂട്ടാട് ബീച്ചിൽ പോയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫാമിലീസൊക്കെ ചേർന്നിട്ട് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു കേട്ടോ. ഒരു 9 മണി 9:30 തന്നെ പുറപ്പെട്ടു. അപ്പോൾ ഇതാ ബസ്സിലൊക്കെ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും സെറ്റാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ടീംസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആ ഒരു ടൂർ അടിച്ച് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഡാൻസും പാട്ടും ഒക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ് ഇത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും വീഡിയോസും ഒക്കെ നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിമിഷം കൂടിയാണിത്. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്, കൂടെ നിങ്ങളും അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് വായോ. ആദ്യം തന്നെ പോകുന്നത് പറശ്ശിനിക്കടവിലാണ്. അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. പറശ്ശിനിക്കടവിൽ ജസ്റ്റ് ഒന്ന് പോയി പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് ചായ കുടിച്ചു, നേരെ ഇറങ്ങി. അതിനുശേഷം നമ്മൾ വിസ്മയ പാർക്കിലേക്കാണ് പോകുന്നത്. അവിടെ ഓൾറെഡി 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി ലേറ്റായി. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേഗം വിസ്മയ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മുടെ പറശ്ശിനിക്കടവിൽ നിന്ന് ഇനി നെക്സ്റ്റ് പോകുന്നത് വിസ്മയ പാർക്കിലേക്കാണ്. അപ്പോൾ ഇതാ വിസ്മയ പാർക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അത്. അപ്പോൾ അതിനുശേഷം നമ്മളിതാ അതിൻ്റെ അകത്തേക്ക് കടന്നു. അപ്പോൾ കടന്നത് തൊട്ട് ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടീംസൊക്കെ ബാക്കിലുണ്ട്. എല്ലാവരും ഇങ്ങനെ വരിവരിയായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും വിസ്മയ പാർക്കും അവിടുത്തെ എൻജോയ്മെൻറ്റും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ.
പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അംഗനവാടിയിൽ നിന്ന് പോയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കുട്ടികൾക്കാണ് പ്രയോറിറ്റി ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കാണ് ആദ്യം തന്നെ നമ്മൾ പോയത്. അപ്പോൾ അവിടെ ഇതാ ഒരു മങ്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. മങ്കിയുടെ കുഞ്ഞും ആയിട്ടുള്ളൊരു പ്രതിമ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കയറ്റി ഇരുത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ. മങ്കിയുടെ പുറത്തൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അവർ അത്ഭുതകരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമ്മുടെ അമ്മമാർക്കും അല്ലെങ്കിൽ ഫാമിലിക്കും ഒക്കെ അറിയാതെ സന്തോഷം വരുമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ ഇനിയും ഉണ്ടത്ര. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവാം അല്ലേ. എൻജോയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്പേസും ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ വിചാരിച്ചിരുന്നു റിച്ചൂസൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കും, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കയറുമ്പോൾ കരയുന്നൊക്കെ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്കായിരുന്നു സത്യം പറഞ്ഞാൽ പേടി. റിച്ചൂസിനൊന്നും ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തിലും ഭയങ്കര ആക്റ്റീവായിട്ട് കയറി കളിക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ റിച്ചൂസ് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ ആദ്യമായിട്ട് പോകുന്ന ഒരു കുറച്ച് വലിയ പാർക്കാണ് വിസ്മയ പാർക്ക്. നമ്മൾ കുറച്ച് ബീച്ചിലും പാർക്കിലൊക്കെ പോയിന്നല്ലാണ്ട് നല്ല ഒരു എല്ലാം കൂടിയിട്ട് ഉള്ള ഒരു പാർക്കിൽ പോകുന്നത് വിസ്മയ പാർക്കിലാണ്. ഞാൻ 2-3 തവണ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റിച്ചൂസിനെയും കൊണ്ട് പോകുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഒരു ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ സത്യത്തിൽ പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് പേടി ഉണ്ടാവും അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്, കരയുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. കൂളായിട്ട്, എന്നെക്കാളും കൂളായിട്ട് അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ മാക്സിമം അവർക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അവർ കളിച്ചു കേട്ടോ. കയറാൻ ഒരിത്തിരി പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആദ്യം ഭയങ്കരമായിട്ട് തുള്ളിച്ചാടിപ്പോയി ഞാൻ കയറാമെന്ന്. പക്ഷെ ഇതിൽ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ മാറി മാറി പോകുമ്പം ഒരിത്തിരി പേടി വന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അതിൽ നിന്ന് ഇറക്കി കേട്ടോ. പേടിക്കുന്നുള്ളത് കൊണ്ട് അവരോട് പറഞ്ഞു സ്റ്റോപ്പാക്കെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സ്റ്റോപ്പാക്കി അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ട്രെയിൻ ഉണ്ട്, കുറച്ച് ആൾക്കാരെ ഇങ്ങനെ കയറ്റിയിട്ട് പോവും. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ അതിൻ്റെ അകത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് വരാൻ പറ്റും. അപ്പോൾ അതിന് കയറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് അവിടെ കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇത്. ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ട്രെയിനിൽ കയറിയാടും ഉള്ള ഒരു വ്യൂ ആണിത്. അതിൻ്റെ അകത്തുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ച നമുക്കിങ്ങനെ കറങ്ങി കണ്ടിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ട്രെയിനിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിലിരുന്ന് ആ കാഴ്ചകളൊക്കെ കാണാം അല്ലേ. കുട്ടികളെ മാത്രം കയറ്റുന്ന ഒരു കുഞ്ഞു ട്രെയിനാണ് കേട്ടോ. ട്രെയിൻ എന്നൊന്നും പറയാൻ കഴിയില്ല, ഒരു വണ്ടിയല്ലേ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മാക്സിമം സ്പേസ് കവർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു എന്താ പറയുക, കാർ എന്ന് പറയണോ എന്താ പറയാന്നറിയില്ല. അപ്പോൾ ആ ഒരു വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ അവർ യാത്ര തുടരുകയാണ്. അപ്പോൾ റിച്ചൂസൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ആ ഒരു ട്രെയിൻ യാത്ര അല്ലെങ്കിൽ ഈ ഒരു വണ്ടി യാത്രയൊക്കെ അവളൊക്കെ എൻജോയ് ചെയ്യാണ്. ഇതാ ഫ്രണ്ട് സീറ്റിലായിരുന്നു റിച്ചൂസ് ഇരുന്നത്. അപ്പോൾ ഒട്ടും ഭയമില്ലാത്ത മാക്സിമം സന്തോഷിച്ച് അടിച്ച് പൊളിച്ച് ആ ഒരു യാത്രയൊക്കെ അവൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാണ് കേട്ടോ. മാക്സിമം എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും പോയിട്ട് മാക്സിമം എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും പേടി തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. കാരണം അതിലിരുന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ
ഇങ്ങനെ എന്താ പറയുക, തല മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നൊരു സംഭവമായിരുന്നു. പക്ഷെ അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ അതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പേടി തോന്നും, ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും കണ്ടില്ലേ, ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നിയിട്ടുള്ളതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ ഞാൻ കയറിയിട്ടില്ല. ബാക്കി എല്ലാ സാധനത്തിലും മാക്സിമം എന്താ ചെയ്യുക, മാക്സിമം ഞാൻ എല്ലാത്തിലും കയറി, ഇതിൽ മാത്രം കയറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പാർക്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ച് തിമിർത്ത് ആർത്തുല്ലസിച്ച് വന്നു. പക്ഷെ ആ ഒരു വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായില്ല. കാരണം നമ്മളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ അർമാദിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ബസ്സിൽ നിന്ന് മാക്സിമം ഡാൻസും പാട്ടൊക്കെ കളിച്ചിട്ടാണ് ഇങ്ങനെ തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവിലും വിസ്മയ പാർക്കിലും പോയി. ഇനി നെക്സ്റ്റ് പോകുന്നത് ചൂട്ടാട് ബീച്ചിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഡാൻസും പാട്ടൊക്കെ കളിച്ചിട്ട് ആസ്വദിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇത് അവസാനം ചൂട്ടാട് ബീച്ചിലെത്തി. അപ്പോൾ ചൂട്ടാട് ബീച്ചിലത്തെ കാഴ്ച ഒന്ന് കണ്ടോളൂ.
ചൂട്ടാട് ബീച്ചിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ബസ്സിൽ കയറി. നമ്മളെ ആഘോഷം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീട്ടിൽ പോവുകയാണ് തിരിച്ചിട്ട്. അപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ പൊതുവേ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്കിലോ ബീച്ചിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോയി വന്നു എന്നല്ലാണ്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു ടൂറും. ഇങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ കളിച്ചിട്ട് ആർത്തുല്ലസിച്ച് പോകുന്ന ഒരു ഫസ്റ്റ് ടൈം ടൂറാണ് എൻ്റെ ലൈഫിലെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. കാരണം എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ആ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ കൂടെ കൂടുമ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവായി മാറി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസും കൂടിയായിരുന്നു. എനിക്ക് ഇത്തരത്തിൽ മനോഹരമായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ആസ്വദിക്കാനും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ കിട്ടിയ ഒരവസരം കൂടിയായിരുന്നു. ഒരു പുതിയ എക്സ്പീരിയൻസ് കൂടിയായിരുന്നു എൻ്റെ ലൈഫിൽ ഈ ഒരു ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ടൂറിൻ്റെ എക്സ്പീരിയൻസ്. ഇത് നമ്മളെ വണ്ടിയിൽ നിന്ന് മാക്സിമം ഞാൻ എല്ലാവരും കവർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോണ് വേറെ ആരോ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു വീഡിയോയിൽ കിട്ടണം എന്നില്ല കേട്ടോ. അപ്പോൾ അവർ കിട്ടാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും അടിക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കളിക്കുന്നതൊക്കെ എടുത്തേ ഉള്ളൂ. അതും വേറെ ആൾ എടുത്തിരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ അംഗനവാടിയിൽ നിന്ന് പോയിട്ടുള്ള ഒരു ടൂറ് നമുക്ക് മാക്സിമം അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ കാണാതെ കൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. ഞാൻ ക്ലാസ്സിനൊക്കെ പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ഒന്നും ഇടുന്നത് കുറവ്.
അപ്പോൾ നമ്മൾ ടൂറ് നിങ്ങളിലേക്ക് എത്തിച്ചു. അപ്പം എല്ലാ വീഡിയോസും എല്ലാ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, മറക്കാൻ പാടില്ല, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയറും ചെയ്യണം. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് വരിക. എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഇത്തിരി ബിസി ആയതുകൊണ്ടാണ് വീഡിയോസ് കുറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ടാറ്റ, ബൈ, സീ യു, ലവ് യു ഓൾ.